മലയാള സിനിമയ്ക്ക് ഇത് നല്ല കാലമാണ്. ഈ വർഷം തുടക്കത്തിൽ പുറത്തിറങ്ങിയ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററുകളിൽ മികച്ച വിജയമാണ് നേടിയത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഇൻഡസ്ട്രികളിലൊന്നായി മാറുന്ന വിധത്തിലാണ് മലയാള സിനിമകളുടെ കുതിപ്പ്. എന്നാൽ തുടക്കത്തിലെ അതേ നേട്ടം ആവർത്തിക്കാൻ കഴിഞ്ഞ 3 മാസങ്ങളായി മോളിവുഡിന് കഴിഞ്ഞിട്ടില്ല. വലിയ വിജയങ്ങളൊന്നും ചിത്രങ്ങൾക്കുണ്ടായിട്ടില്ല. ഇതൊന്നും നടന്മാരുടെ ജനപ്രീതിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് സൂപ്പർ താരങ്ങളായാലും യുവ നടന്മാരായാലും. ഇപ്പോൾ മലയാള നടന്മാരുടെ താര റാങ്കിംഗ് പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ എന്റർടൈൻമെന്റ് മീഡിയ ഗ്രൂപ്പായ ഓർമാക്സ്. ജനപ്രിയ താരങ്ങളുടെ ജൂൺ മാസത്തിലെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാസങ്ങൾ തോറും അവർ ഇത്തരത്തിൽ സർവേ നടത്തി കണക്കുകൾ പുറത്തുവിടാറുണ്ട്. ജൂൺ മാസത്തിൽ മുന്നിലെത്തിയത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവുമൊക്കെ തിയേറ്റർ ഹിറ്റുകളുടെ കാര്യത്തിൽ മമ്മൂട്ടി തന്നെയാണ് മുൻപന്തിയിൽ. കൂടാതെ പ്രൊമോഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ടും സാമൂഹിക സേവന രംഗത്തുമൊക്കെ ജനങ്ങൾക്കിടയിൽ എപ്പോഴും മെഗാസ്റ്റാർ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ജൂൺ മാസത്തിലും മമ്മൂട്ടി ഒന്നാമതെത്തിയത്. മെയ് മാസവും മമ്മൂട്ടി തന്നെയായിരുന്നു ഒന്നാമത്. വൈശാഖ് ചിത്രം ടർബോ വരെ തിയേറ്ററുകളിൽ കാര്യമായി ജനങ്ങളെ എത്തിച്ചിരുന്നു. എന്നാൽ മോഹൻലാൽ തുടർച്ചയായി 2ാം സ്ഥാനത്ത് തന്നെയാണ്. ഈ 2 സീസണു മുൻപുള്ള എല്ലാ സർവേകളിലും മോഹൻലാലിനായിരുന്നു ആധിപത്യമുണ്ടായിരുന്നത്. എന്നാൽ അടുത്തിടെ മോഹൻലാൽ പിന്നിലേക്ക് പോവുകയായിരുന്നു. താരത്തിന്റെ ചിത്രങ്ങളുടെ തുടർ പരാജയങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട്. ഒടുവിലിറങ്ങിയ വാലിബനും കനത്ത പരാജയമായിരുന്നു. പട്ടികയിൽ 3ാം സ്ഥാനത്ത് ഫഹദ് ഫാസിലാണ്. മുൻപും ഫഹദ് തന്നെയായിരുന്നു അവിടെ. ആവേശത്തിലെ പ്രകടനവും ഫഹദിന്റെ രംഗണൻ എന്ന കഥാപാത്രവും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തരംഗമായിരുന്നു. ഇതൊക്കെയാണ് താരത്തെ 3ാം സ്ഥാനത്ത് എത്തിച്ചത്. ജനപ്രീതിയിൽ 4ാം സ്ഥാനത്ത് പൃഥ്വിരാജ് സുകുമാരനാണ്. ഇത്തവണ ആടുജീവിതം, ഗുരുവായൂർ അമ്പലനടയിൽ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ മികച്ച കളക്ഷൻ നേടിയിരുന്നു. 5ാമത് ടൊവിനോ തോമസ് ആണുള്ളത്. ടൊവിനോയുടെ ഒടുവിലിറങ്ങിയ ചിത്രമായ നടികറും പരാജയമായിരുന്നു. താരങ്ങളെ സംബന്ധിച്ച് വരുന്ന സീസണുകൾ നിർണായകമാണ്. മമ്മൂട്ടിയുടെ ബസുക ഉൾപ്പെടെയുള്ള സിനിമകൾ വരുന്നുണ്ട്. മോഹൻലാൽ ആവട്ടെ സംവിധായക വേഷമണിയുന്ന ബറോസ് വരാനുണ്ട്. എമ്പുരാൻ ഒരുങ്ങുന്നു. യുവതാരങ്ങളുടെയും വമ്പൻ പ്രൊജക്റ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. താരപദവി ഇനിയും മാറാം.